ആറ്റങ്ങൾ സ്വയം വിഘടിച്ച് പുതിയ മൂലകങ്ങളായി മാറുന്ന ഒരു പ്രതിഭാസമുണ്ട്, റേഡിയോ ആക്റ്റീവ് ശോഷണം. ഇത് നമ്മുടെ ലോകത്തെയും എന്തിന് ഈ പ്രപഞ്ചത്തെ തന്നെയും രൂപപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന ശക്തിയാണ്. അപ്പോൾ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ശരി, നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ കാണുന്ന ഈ മൂലകങ്ങളൊന്നും സ്ഥിരമല്ലായിരുന്നെങ്കിലോ? ഒരു കെട്ടുകഥ പോലെ തോന്നുന്നില്ലേ? പക്ഷേ 1896 വരെ ആരും ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചിട്ടു പോലുമില്ലായിരുന്നു. എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂലകങ്ങൾ എക്കാലവും അങ്ങനെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുമെന്നാണ്. പക്ഷേ അന്റോയിൻ ബെക്വറൽ എന്നൊരു ശാസ്ത്രജ്ഞൻ തികച്ചും യാദൃച്ഛികമായി ഒരു കാര്യം കണ്ടുപിടിച്ചു. ചില മൂലകങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ സ്വയം വിഘടിച്ച് പുതിയ മൂലകങ്ങളായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ കണ്ടെത്തൽ മതിയായിരുന്നു അന്നത്തെ ഭൗതികശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെ ഇളകാൻ. ഇതൊരു സാധാരണ കണ്ടെത്തലായിരുന്നില്ല, കാരണം ശാസ്ത്രജ്ഞർക്കതുവരെ അറിയാമായിരുന്ന ഒരു നിയമം വെച്ചും ഇതിന് വിശദീകരിക്കാനേ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം എല്ലാവരെയും ഇത്രയധികം കുഴപ്പത്തിലാക്കിയത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ടായിരുന്നു. ഇതിൽ ശാസ്ത്രജ്ഞരെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഒരു മൂലകം യാതൊരു ബാഹ്യ ഇടപെടലുമില്ലാതെ മറ്റൊന്നായി മാറുന്നു എന്നത് തന്നെ. രണ്ടാമത്തെ ചോദ്യം, ഇതിനുള്ള ഊർജം എവിടെ നിന്ന് വരുന്നു എന്നതായിരുന്നു. പുറത്തുനിന്നല്ല, ആറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഐൻസ്റ്റീന്റെ സിദ്ധാന്തം വരുന്നതുവരെ ഇതൊരു വലിയ രഹസ്യമായി തുടർന്നു. അവസാനമായി ഇതിന്റെ പ്രവചനാതീതമായ സ്വഭാവം. ഒരാറ്റം എപ്പോൾ വിഘടിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാനാവില്ല, പക്ഷെ ഒരു വലിയ കൂട്ടത്തിന്റെ സ്വഭാവം അതിശയകരമാം വിധം പ്രവചിക്കാൻ കഴിയും. അത്ഭുതമല്ലേ? അപ്പോ ഈ വിചിത്രമായ പ്രതിഭാസങ്ങൾക്കെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ അസ്ഥിരത. ചില ആറ്റങ്ങളുടെ ഐസോടോപ്പുകൾക്ക്, അതായത് ഒരേ പ്രോട്ടോൺ എണ്ണവും വ്യത്യസ്ത ന്യൂട്രോൺ എണ്ണവുമുള്ള ആറ്റങ്ങൾക്ക് സ്ഥിരതയുണ്ടാവില്ല. ഈ അസ്ഥിരതയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്ഥിരത കൈവരിക്കാനുള്ള ആറ്റത്തിന്റെ ഒരു ശ്രമമാണ് റേഡിയോ ആക്റ്റീവ് ശോഷണമായി നമ്മൾ കാണുന്നത്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് അസ്ഥിരമായാൽ അതെന്ത് ചെയ്യും? അതിനെങ്ങനെയെങ്കിലും സ്ഥിരത കൈവരിച്ചേ പറ്റൂ. ആ ഒരു ലക്ഷ്യം നേടാനുള്ള വഴികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓരോ അസ്ഥിരതയും ഒരു പ്രശ്നമാണെങ്കിൽ അതിന് ഓരോ പരിഹാരവുമുണ്ട്. ഈ അസ്ഥിരതയ്ക്ക് പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷേ ന്യൂക്ലിയസ് ആവശ്യത്തിൽ കൂടുതൽ വലുതാണോ? അതോ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിലുള്ള അനുപാതം ശരിയല്ലാത്തതാണോ? ചിലപ്പോൾ അധികമുള്ള ഊർജം ഒരു തലവേദനയാകുന്നുണ്ടാവാം. കാരണം എന്തുതന്നെയായാലും അതിനൊരു പരിഹാരമുണ്ട്. ഈ അസ്ഥിരത എന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരാറ്റത്തിന് 5 പ്രധാന മാർഗങ്ങളുണ്ട്. ഇവ ഓരോന്നും ഓരോ പ്രത്യേക പ്രശ്നം പരിഹരിക്കാനുള്ള ഓരോ ടൂളാണെന്ന് നമുക്ക് സങ്കൽപ്പിക്കാം. ശരി, അപ്പോ ഒരാറ്റത്തിന് അതിന്റെ അസ്ഥിരത എന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു ടൂൾ കിറ്റ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. അതിൽ പ്രധാനമായും 5 ടൂൾസാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, ന്യൂക്ലിയസ് ഒരുപാട് വലുതാണെന്നാണെങ്കിലോ അത് ആൽഫ ഡികെ എന്ന ടൂൾ എടുക്കും. ഇനി ന്യൂട്രോണുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിലോ അപ്പോ ബീറ്റ ഡികെ ഉപയോഗിക്കും. നേരെ മറിച്ച് പ്രോട്ടോണുകളാണ് തലവേദനയുണ്ടാക്കുന്നതെങ്കിലോ അതിന് 2 വഴികളുണ്ട്. ഒന്നുകിൽ പോസിട്രോൺ എമിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്യാപ്ചർ. ഇനി ഇതൊന്നുമല്ല, വെറുതെ കുറച്ച് എക്സ്ട്രാ എനർജി കളഞ്ഞാൽ മതിയെങ്കിൽ അതിനാണ് ഗാമ ഡികെ. നമുക്കിതിലെ ഓരോ ടൂളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു ന്യൂക്ലിയസ് വളരെ വലുതും ഭാരമേറിയതുമാകുമ്പോൾ സ്ഥിരത നേടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ്? അതിന്റെ വലുപ്പം കുറയ്ക്കുക. ആൽഫ ശോഷണത്തിൽ ന്യൂക്ലിയസ് 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും അടങ്ങിയ ഒരു ഹീലിയം കണത്തെ പുറന്തള്ളുന്നു. ഇത് ന്യൂക്ലിയസിന്റെ ഭാരം കുറച്ച് അതിനെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കി മാറ്റുന്നു. അത്രയുള്ളൂ. ഇനി പ്രോട്ടോണുകളാണ് ന്യൂട്രോണുകളേക്കാൾ കൂടുതലെങ്കിലോ? ഇവിടെ ആറ്റത്തിനു മുന്നിൽ 2 വഴികളുണ്ട്. ആദ്യത്തേത് പോസിട്രോൺ എമിഷൻ. ഇവിടെ ഒരു പ്രോട്ടോൺ സ്വയം ഒരു ന്യൂട്രോണായി മാറുന്നു, ഒപ്പം ഒരു പോസിട്രോൺ എന്ന കണം പുറത്തുവിടുന്നു. രണ്ടാമത്തെ വഴി ഇലക്ട്രോൺ ക്യാപ്ചറാണ്. ഇവിടെ ന്യൂക്ലിയസ് അതിനടുത്തുള്ളൊരു ഇലക്ട്രോണിനെ പിടിച്ചെടുത്ത് ഒരു പ്രോട്ടോണിനെ ന്യൂട്രോണാക്കി മാറ്റുന്നു. കണ്ടില്ലേ? 2 വഴികളിലൂടെ പോയാലും ലക്ഷ്യമൊന്നുതന്നെ, പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ച് സ്ഥിരത നേടുക. ഇതിന് നേരെ വിപരീതമാണ് ബീറ്റ ശോഷണം. ഇവിടെ ന്യൂട്രോണുകളാണ് കൂടുതൽ. ഈ പ്രശ്നം പരിഹരിക്കാനായി ഒരു ന്യൂട്രോൺ സ്വയം ഒരു പ്രോട്ടോണായി മാറുകയും ഒരു ഇലക്ട്രോണിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം കുറയുന്നു, പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നു. ന്യൂക്ലിയസ് പതിയെ സ്ഥിരതയിലേക്ക് അടുക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് ശോഷണം എങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് എപ്പോൾ സംഭവിക്കുന്നു എന്നതാണ്.
ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഒരൊറ്റ ആറ്റത്തിന്റെ വിധി പ്രവചിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ ഒരുമിക്കുമ്പോൾ അവയുടെ സ്വഭാവം അതിശയകരമാം വിധം കൃത്യതയുള്ള ഒരു ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ യാദൃശികതയിൽ നിന്ന് ഇത്ര കൃത്യമായ ഒരു സമയം രൂപപ്പെടുന്നത്? ഈ അത്ഭുതകരമായ ക്ലോക്കിന്റെ ഹൃദയം അർത്ഥായുസ് എന്ന ആശയമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു സാമ്പിളിലെ പകുതി ആറ്റങ്ങൾ വിഘടിച്ചു തീരാനെടുക്കുന്ന സമയമാണിത്. ഓരോ റേഡിയോ ആക്റ്റീവ് മൂലകത്തിനും അതിൻ്റേതായ കൃത്യമായ ഒരു അർത്ഥായുസ്സുണ്ട്. അത് ഒരു സെക്കൻഡിന്റെ ചെറിയൊരംശം മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ വരെയാകാം. ഇതിലെ നിർണായകമായ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു അർദ്ധായുസ് കഴിയുമ്പോൾ ഏതൊരു ആറ്റത്തിനും ശോഷണം സംഭവിച്ചിരിക്കാൻ 50% സാധ്യതയുണ്ട്. അതായത് ഇത് തികച്ചും ഒരു സംഭാവ്യതയുടെ കളിയാണ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നതുപോലെ തന്നെ. ഈ കൃത്യതയെ നമുക്കൊരു ഗണിതശാസ്ത്ര സമവാക്യം ഉപയോഗിച്ച് രേഖപ്പെടുത്താം. ഈ സമവാക്യം കാണിക്കുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആറ്റങ്ങളുടെ എണ്ണത്തിൽ നിന്ന് സമയം കഴിയുന്തോറും ബാക്കിയുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്ര വേഗത്തിൽ കുറയുന്നുവെന്നാണ്. ഒരൊറ്റ ആറ്റത്തിന്റെ കാര്യത്തിൽ ഭാഗ്യം പരീക്ഷിക്കാനേ കഴിയൂ. പക്ഷേ ഈ നിയമം ഉപയോഗിച്ച് കോടിക്കണക്കിന് ആറ്റങ്ങളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ 1000 ആറ്റങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ ഒരു അർദ്ധായുസ് കഴിയുമ്പോൾ ഏതാണ്ട് 500 എണ്ണം ബാക്കിയുണ്ടാകും. അടുത്ത അർദ്ധായുസ് കഴിയുമ്പോഴോ 280 എണ്ണം, പിന്നീട് 125, അങ്ങനെ കൃത്യമായി പകുതിയായി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന കാർബൺ ഡേറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെയെല്ലാം അടിസ്ഥാനം ഈ കൃത്യതയാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യത്തിലാണ്. ഒരു തലത്തിൽ നോക്കിയാൽ ഒരൊറ്റ ആറ്റത്തിന്റെ ഭാവി തികച്ചും യാദൃച്ഛികമാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേരുമ്പോൾ പ്രവചിക്കാൻ കഴിയുന്ന കൃത്യമായ നിയമങ്ങളുണ്ടാകുന്നു. ക്രമമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര കൃത്യമായ ഒരു പ്രപഞ്ചം രൂപപ്പെടുന്നത്? ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ?